ഹലോ ഫ്രണ്ട്സ്, ഹെർഫോർഡ് മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടൻറ്റ്സ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം TK Maxx ഷോപ്പിങ്ങിന് പോയിട്ടാണ്. UK ഉള്ളവർക്കറിയാം TK Maxx എന്ന് പറഞ്ഞ ഷോപ്പ് എന്താണെന്നുള്ളത്. അവിടെ നമുക്ക് കുറേ ബ്രാൻഡ്സിൻ്റെ ഒക്കെ പ്രോഡക്ട്സ് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളെയും കാണിക്കാം. ആദ്യം തന്നെ കിച്ചൺ ഐറ്റംസ് കാണിക്കാം. ഞാനും ഹസ്ബൻഡും ഓട്സ് ഞങ്ങൾ കഴിക്കാറുണ്ട്, ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ ഓട്സ് കഴിക്കാൻ വേണ്ടി ഞാൻ 2 ബൗൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കയ്യിൽ ഇവിടെയുള്ള ബൗൾ കുറച്ച് ചെറുതാണ്, അപ്പം കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ ചെയ്യണം, കുറച്ചുകൂടെ സ്പേസ് ഒക്കെ വേണമെന്ന് ഓർത്തിട്ട് ഞാനൊരു ബൗൾ മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ബൗള്. ഇതെന്ന് പറഞ്ഞാൽ ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവ്, ഓവൻ, ഫ്രീസർ എല്ലാം സേഫാണിത്. അങ്ങനത്തെ പ്രോഡക്ട്സ് മേടിക്കുകയാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ മൈക്രോവേവിലൊക്കെ എല്ലാ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും വാങ്ങുമ്പോൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കി മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. എപ്പോഴും കിച്ചണിൽ ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ന്യൂട്രൽ കളേഴ്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ വൈറ്റ് ഇങ്ങനത്തെ ഒരു ഇതിൽ മേടിച്ചത്. ഒരു പ്രോപ്പർ വൈറ്റ് ആണെന്ന് വെച്ചാൽ ഒരു ഗ്രേ മിക്സ് ചെയ്ത ഒരു വൈറ്റാണ്. ലാസ്റ്റ് 3 years ആയിട്ട് ഞാൻ നൈറ്റ് ഷിഫ്റ്റ്സ് മാത്രമേ ചെയ്യാറുള്ളായിരുന്നു. പക്ഷേ മോളുണ്ടായ ശേഷം ഈ നൈറ്റ് ഷിഫ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഡേ ഷിഫ്റ്റും നൈറ്റും കൂടെ മിക്സ് ചെയ്താൽ ചെയ്യാൻ പോണേ. അപ്പോൾ ഡേ ഷിഫ്റ്റിൽ പോകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ടിഫിൻ ബോക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ നൈറ്റിൽ ഫുഡ് കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ പോയി മേടിച്ചതാണ് ഈ 2 ടിഫിൻ ബോക്സ്. ഇതൊന്ന് ലഞ്ചിന് വേണ്ടി, ഒന്ന് സ്നാക്സിന് വേണ്ടി മേടിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ ഡിഷ് വാഷർ സേഫ്, അങ്ങനത്തെ ഓവൻ പ്രൂഫ് ഒക്കെ സേഫ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഞാനിതിൽ സാധാരണ സാലഡാണ് ഉണ്ടാക്കിക്കൊണ്ട് പോകാറ്. സാലഡിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അടുത്തൊരു ഷോർട്ടായിട്ട് ചെയ്യുന്നതാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, നല്ല ടൈറ്റാണ്, അത് ലീക്ക് പ്രൂഫാണ്, നല്ല സേഫായിട്ട് ബാഗിലിരിക്കും. അപ്പോൾ ഇതാണ് ഒരെണ്ണം. പിന്നെ അടുത്ത സ്നാക്സിന് വേണ്ടി ഞാൻ മേടിച്ചത് ഇതാണ്. ഇതുപോലെ തന്നെ നല്ല ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവ് സേഫാണ്. പിന്നെ ഇതുപോലെ തന്നെ ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ടിഫിനാണ്. ഇത് 3.99 ആണ് ഈ ഒരു കണ്ടെയ്നറിന് വന്നത്. ഇതും ഓൾമോസ്റ്റ് 4 pound അത്ര ആയിരുന്നിരുന്നത്. അപ്പം വലിയ പ്രൈസ് ചെയ്യണമെന്ന് വെച്ചാൽ അല്ല, നമുക്ക് അഫോർഡബിൾ ആണ്. താനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങി കിട്ടും TK Maxx. അതാണ് TK Maxx എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഷോപ്പാണ് TK Maxx. ഞാൻ എൻ്റെ മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ് ഡ്രസ്സ് വാങ്ങാറുണ്ട്. കൂടുതൽ ഇങ്ങനത്തെ കിച്ചൺ ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ബാത്റൂം അങ്ങനത്തെ യൂട്ടൻസിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നത് TK Maxx നിന്നാണ്. പിന്നെ ഞാൻ വാങ്ങിയൊരിതാണ് ഈ കിച്ചൺ ടവൽസ്. എനിക്കിങ്ങനെ കളേഴ്സുള്ള കിച്ചൺ ടവൽസ് ഇഷ്ടമാണ് മേടിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും TK Maxx പോയി ഞാൻ കിച്ചൺ ടവൽ ഇങ്ങനെ സ്പെയർ ആയിട്ട് മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച കിച്ചൺ ടവൽ. ഇത് 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിനും കൂടെ എൻ്റെ 2.99 ആയുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഹസ്തയിലും മോസണിലൊക്കെ കിട്ടും ഇത് കിച്ചൺ ടവൽ. പക്ഷെ അതെല്ലാം ഒരേ ടൈപ്പാണ്, ഒത്തിരി വെറൈറ്റീസ് ഉള്ളതായിട്ട്. പക്ഷെ നമ്മൾ TK Maxx മേടിക്കുമ്പോൾ നമുക്ക് കുറേ കളേഴ്സും കുറേ വെറൈറ്റീസ് കിട്ടും എപ്പോഴും. സ്പെഷ്യലി ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സീസണോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കിച്ചൺ ടവൽസും അങ്ങനത്തെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കിച്ചൺ ടവൽ. നല്ല മെറ്റീരിയലാണ്, നല്ല കോട്ടൺ ടൈപ്പുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഞാൻ എസ്തോന് ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞൊരു പെയറാണ്, ടഹാരി ബേബി എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ക്യൂട്ടാണ്. നമുക്കിതിൻ്റെ കൂടെ ഇതൊരു പെയറായിട്ടാണ് വരുന്നത്. ഒരു ബോട്ടമുണ്ട്, ടോപ്പുണ്ട്, പിന്നെ അവൾക്കൊരു ഹെഡ് ബാൻഡ് ഉണ്ട്. പിന്നെ സോക്സ് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സോക്സ് കേട്ടോ. നല്ല ലേസ് ഒക്കെ ഉള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടം കുട്ടികൾക്ക് ഇങ്ങനെ ലേസ് ഉള്ള സോക്സ്. ഇത് 7.99 ഞാൻ അവളുടെ കൂടുതൽ ഉടുപ്പ് വാങ്ങുന്നത് നെക്സ്റ്റീന്നാണ്. എനിക്ക് അവരുടെയാണ് ക്ലോത്ത് ഇഷ്ടം, പിള്ളേരുടെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വാങ്ങാറുണ്ട്, ഇടയ്ക്ക് വീട്ടിലൊക്കെ ഇടിക്കാൻ വേണ്ടി. അപ്പം ഇത് 7.99 വർത്താണെന്ന് ചോദിച്ചാൽ അതെ, നമുക്ക് വീട്ടിലൊക്കെ ഇടിക്കാൻ കൊള്ളാം. അങ്ങനെ പുറത്തു കൊണ്ടുപോകാൻ കൊള്ളാമെന്ന് ചോദിച്ചാൽ അത്ര നല്ല മെറ്റീരിയൽ അല്ല അതിന് പറ്റിയ. ചിലപ്പോൾ ഒരു 1 or 2 times ഇരിക്കുമായിരിക്കും. പിന്നെ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ടംബ്ലർ ഡ്രയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ക്ലോത്തിൻ്റെ ഒക്കെ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി വരും.
അതുകൊണ്ട് അത് അത്ര വലിയ നല്ലതായിരിക്കത്തില്ല. പക്ഷേ നെക്സ്റ്റിലൊക്കെ ക്ലോത്ത് നമ്മൾ എത്ര വാഷ് ചെയ്താലും ക്ലോത്ത് പോകത്തില്ല. നെക്സ്റ്റിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റിലെ കളേഴ്സ് കുറവാണ്, പിന്നെ വെറൈറ്റീസ് കുറവാണ്. അവർ ആ ഒരു സീസണിൽ വരുമ്പോൾ ആ ഒരു സീസണിൻ്റെ കളർ മാത്രം കിട്ടും, നമുക്ക് വേറെ കിട്ടാൻ പാടാണ് നെക്സ്റ്റിൽ. അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ ക്ലോത്ത്സ് ഇടുന്ന വാങ്ങുന്നത് പറയണം കേട്ടോ. കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇതാണ്. പിന്നെ ഞാൻ മേടിച്ചത് അടുത്തത് ഇതാണ്. ഇതൊരു സ്ലീപ്പ് സ്യൂട്ടാണ്. ഇനിയിപ്പോൾ വിൻ്റർ ആണല്ലോ വരാൻ പോണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബോയ് ഉണ്ട്. ആക്ച്വലി എസ്തുവിന് ബോ വയ്ക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ബോയൊക്കെ വെച്ച് കാണണം. അമ്മമാർക്ക് ഇഷ്ടമാണല്ലോ മക്കൾ ബോയൊക്കെ വെച്ച് കാണുന്നത്. പക്ഷേ ഞാൻ വെക്കുമ്പോൾ തന്നെ അവൾ വലിച്ചൂരാൻ തുടങ്ങും. അപ്പോൾ ഇത് ഒരു ബോയൊക്കെ ഉള്ള ഒരു ഇത്. ഇതുപോലെ തന്നെ മെറ്റീരിയൽ വലിയ നല്ലതാണെന്ന് വെച്ചാൽ കുറച്ചൊരു ബനിയൻ ടൈപ്പാണ്, ബനിയൻ കോട്ടൺ എന്നൊക്കെ പറയാം. അതും കൂടി കൂടി മിക്സ് ആയൊരു മെറ്റീരിയലാണിത്. കുട്ടികൾക്ക് ഇടാൻ സുഖമായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആണ്, അങ്ങനെ ജങ്കിയല്ല. അപ്പോൾ അത് അവർക്ക് പിള്ളേർക്ക് ഇടാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പം നമുക്ക് പ്രോപ്പർ വിൻ്റർ ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇത് രാത്രിയിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പെർഫെക്റ്റ് ആണ്. പിന്നെ വേണേൽ വൺ ടൈമൊക്കെ നമ്മൾ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഇടിക്കാം. ഈ ബോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതാണ്. ഇതിന് ആയത് 5.99 ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും നെക്സ്റ്റിലൊന്നും ഈ പ്രൈസിൽ കിട്ടത്തേ ഇല്ല. അവിടെ പക്ഷെ മൂന്ന് ഔട്ട്ഫിറ്റൊക്കെ ഒരുമിച്ച് കിട്ടും. പക്ഷെ 17, 20 അത്രയൊക്കെ ആവുമല്ലോ, ചിലപ്പോൾ 14 അതൊക്കെയാണ് ഇതാണ്. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ചായിരുന്നു എസ്തുവിന്. അതിതാണ്. പക്ഷെ അതിന് ഒരു ഇതാണ് ബാൻഡിന് പകരം അവൾക്കൊരു തൊപ്പിയാണ്. ഇതൊന്നും വെപ്പിക്കാനേ പോകുന്നില്ല അവൾക്ക്. നോർമലി നമ്മൾ പിള്ളേരെ അത്ര ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ തൊപ്പി വെച്ചാൽ മതി. കാരണം അവരുടെ ഹീറ്റ് പുറത്തേക്ക് പോകുന്നത് ഇവരുടെ തലയിലൂടെയാണ്, കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ മാക്സിമം ഹെഡ് കവർ ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ ചെവിയിൽ കാറ്റ് കയറുന്നത്, ഞാൻ എപ്പോഴും ചെവി കാറ്റ് കയറാതിരിക്കാൻ ഭയങ്കര കാറ്റുള്ളപ്പോൾ ഈ ടൈപ്പിലുള്ള ഹെഡ് ബാൻഡ് യൂസ് ചെയ്യും. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെവിയും കൂടെ കവർ ചെയ്തിടാം. അപ്പോൾ നമ്മൾ വേറെ തൊപ്പി വെക്കേണ്ട കാര്യമില്ല. കുട്ടികൾ വെക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഹെഡ് ബാൻഡ്സ് ആണ് എപ്പോഴും നല്ലത്. ചെവിയും കവർ ചെയ്യാം. എന്നാൽ തല ഫുള്ളായിട്ട് കവർ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല താനും. കാരണം പിള്ളേർക്ക് ചെവിയിൽ കാറ്റ് കയറുമ്പോഴാണല്ലോ അവർക്ക് പെട്ടെന്ന് കോൾഡും അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതൊരു ഓട്ടം തീമായിട്ട് എനിക്ക് തോന്നി ഈ കളറൊക്കെ. ഇത് ഇതുപോലെ തന്നെ ഒരു സ്ലീപ്പ് സ്യൂട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ഒരു ഇതെന്താന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇതും ഞാൻ മുമ്പ് പറഞ്ഞ മെറ്റീരിയലാണ്, ഒരു ബനിയൻ കോട്ടൺ ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ് ക്ലോത്ത്. അപ്പോൾ ഇതാണ് അടുത്തത്. നൈറ്റ് ഷിഫ്റ്റ് ആയാലും നമ്മൾ മസ്റ്റായിട്ട് വെള്ളം കുടിച്ചിരിക്കണം. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ പുറകിലോട്ടുള്ള ആളാണ്. അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ ഷിഫ്റ്റിന് പോയപ്പോൾ കിറ്റ് ഡ്യൂട്ടി പോയപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാണ്ട് UTA ആയിരുന്നു. അപ്പം ഞാൻ അന്നേരം തന്നെ ബിബിനോട് പറഞ്ഞു നമുക്കൊരു ബോട്ടിൽ എന്തായാലും മേടിച്ചേ പറ്റുള്ളൂ. എനിക്ക് ഹോസ്പിറ്റലിലെ ടാപ്പ് വാട്ടർ കുടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വീട്ടിലും ടാപ്പ് വാട്ടർ കുടിക്കാറില്ല, ഞങ്ങൾ ഫിൽറ്റർ വാട്ടറാണ് കുടിക്കുന്നത്. ഞങ്ങൾ 0 വാട്ടറിൻ്റെ ഫിൽറ്റർ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വെള്ളം ഈ ബോട്ടിൽ എടുത്തുകൊണ്ട് പോകും. ഇത് നല്ലൊരു ബോട്ടിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മോർണിംഗ് ആഫ്റ്റർനൂണൊക്കെ മെഷർമെൻ്റ് ഒക്കെ ഉണ്ട്. എത്ര എമൗണ്ട് നമ്മൾ കുടിക്കുക, എത്ര സമയമൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്ത് നമുക്ക് കുടിക്കാൻ പറ്റും. ഇതതിൻ്റെ എമൗണ്ട് എഴുതിയിരുന്ന മറ്റേ ലേബിളാണ്, പറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ്. ഇതിൻ്റെ വേറൊരു ഗുണം എനിക്ക് ഇഷ്ടമായിരുന്നു വെച്ചാൽ ഇതിനകത്ത് ഈ ഫിൽറ്ററുണ്ട്, നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നവരുണ്ടല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ, ഈ നാരങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പോകണേ, കുക്കുംബറൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ സാധാ ബോട്ടിൽ കൂടി ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ വായിലോട്ട് വരും. അതിൻ്റെ ഇതിൻ്റെ സാധനങ്ങളൊക്കെ മറ്റേ നാരങ്ങയുടെ അല്ലിയും ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലാണെങ്കിൽ അതിനുള്ളിൽ കൂടി ഇത് വരത്തില്ല, ഫിൽറ്റർ ചെയ്ത്. അപ്പോൾ നമുക്ക് വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. ഇതാണ് അടുത്ത ബോട്ടിൽ. നമ്മൾ ഇവിടെ എല്ലാ കടയിലും ഇങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ TK Maxx ആണ് കുറച്ച് നല്ല പ്രോഡക്ട്സ് നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ സാധനങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും TK Maxx നിന്ന് മേടിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ TK Maxx ഹോള്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.